എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 53-ാമത്തെ സർഗത്തിൽ 8 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിലുണ്ടായ സംഭാഷണത്തിനെ പറ്റിയാണ്. വിശ്വാമിത്രനെ വേണ്ടത്ര അതിഥി സത്കാരങ്ങളൊക്കെ നൽകി വസിഷ്ഠൻ സന്തോഷിപ്പിച്ചു. അതിനു മുഴുവനും കാരണമായത് ശബള എന്ന് വിളിക്കുന്ന കാമധേനുവാണ്. കാമധേനു എല്ലാം ചുരത്തി കൊടുക്കുകയാണ് ചെയ്തത്. അത് കണ്ട് വളരെ അത്ഭുത സ്തബ്ധനായിട്ടുള്ള മഹാരാജാവ് വിശ്വാമിത്രൻ ചില കാര്യങ്ങൾ വസിഷ്ഠനോട് പറയാൻ പോവുകയാണ്. നമുക്ക് ആദ്യം 8-ാമത്തെ ശ്ലോകം നോക്കാം. പൂജിതോഹം ത്വയാ ബ്രഹ്മൻ പൂജാർഹേണ സുസത്കൃത ശ്രൂയതാമഭിധാസ്യാമി വാക്യം വാക്യവിശാരദ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമങ്ങ് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് കേട്ടാലും. പൂജിതഃ അഹം, ഞാൻ വളരെ ഗംഭീരമായ രീതിയിൽ പൂജിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആരാൽ? ത്വയാ പൂജാർഹേണ, ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മർഷേ വസിഷ്ഠമുനെ, പൂജാർഹനായിട്ടുള്ള അങ്ങയാൽ അഹം, ഞാൻ, അതായത് വിശ്വാമിത്രൻ, സുസത്കൃത പൂജിത, വളരെയധികം സൽക്കരിക്കപ്പെടുകയും ഗംഭീരമായിട്ടുള്ള രീതിയിൽ പൂജിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഇനി എനിക്ക് അങ്ങയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ശ്രദ്ധയോടുകൂടി കേട്ടാലും. ശ്രൂയതാം അഭിധാസ്യാമി വാക്യം വാക്യവിശാരദ, അല്ലയോ വാക്യവിശാരദ. വാക്യവിശാരദൻ എന്നുള്ളത് വസിഷ്ഠനെ വിശ്വാമിത്രൻ വിളിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ആ വേണ്ട അർത്ഥത്തിൽ മനസ്സിലാക്കുന്നവനെ വാക്യവിശാരദ. മമ വാക്യം, ഞാനിപ്പോൾ പറയാൻ പോകുന്നതായിട്ടുള്ള വാക്യം കേട്ടാലും. ശ്രൂയതാം അഹം അഭിധാസ്യാമി, ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങുകയാണ്. അതാണ് 9-ാമത്തെ ശ്ലോകം. ഗവാം ശതസഹസ്രേണ ദീയതാം ശബളാ മമ രത്നം ഹി ഭഗവന്നേതത് രത്നഹാരീ ച പാർത്ഥിവ. എന്താ പറയാൻ പോണത് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയ്ക്കധികം ആൾക്കാർ വന്നു ചേർന്നിട്ടും അവർക്ക് എല്ലാവർക്കും ഉള്ളതായ ഉപഹാരങ്ങൾ അല്ലെങ്കിൽ സൽക്കാരങ്ങൾ, വിരുന്ന്, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തത് ഈ കാമധേനുവാണ്. അതുകൊണ്ട് പറയാണ് ഗവാം ശതസഹസ്രേണ, ശതസഹസ്രം 10,000 പശുക്കളെ ഞാൻ അങ്ങയ്ക്ക് നൽകാം. പകരമായിട്ട് ശബള മമ ദീയതാം, ശബളയെ, വർണ്ണശബളയായിട്ടുള്ള കാമധേനുവിനെ എനിക്ക് തന്നാലും ഞാൻ അങ്ങയ്ക്ക് 10,000 പശുക്കളെ തരാം. അതിന് പകരമായിട്ട് അങ്ങ് കാമധേനുവിനെ എനിക്ക് തരണം. അതിനൊരു കാരണം പറയാണ്. രത്നം ഹി ഭഗവന്നേതത്, ഈ കാണുന്ന പശു, അതായത് കൽമാഷിയായിട്ടുള്ള ഈ കാമധേനു രത്നം തന്നെയാണ്. പശുക്കളിൽ വെച്ചിട്ട് ഗോരത്നമാണവൾ. അതുകൊണ്ട് രത്നങ്ങളൊക്കെ ആരുടെ അടുത്താണ് പതിവ്? രാജാവിൻ്റെ അടുത്താണ് ഉണ്ടാവേണ്ടത്. അതാണ് രത്നഹാരീച പാർത്ഥിവ, രത്നങ്ങളെ കൊണ്ടുപോകേണ്ടവൻ. രത്നങ്ങൾ ആരുടെ കയ്യിലാണ് ഇരിക്കേണ്ടത്? പാർത്ഥിവൻ്റെ കയ്യിലാണ്. പാർത്ഥിവൻ എന്ന് പറഞ്ഞാൽ രാജാവാണ്. രാജാക്കന്മാരാണ് രത്നത്തിനുടമ. അത് ഏത് രത്നമായിക്കോട്ടെ, മണികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രത്നമായാലും, സ്ത്രീകളിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ള സ്ത്രീരത്നമായാലും, അതുപോലെ തന്നെ ഗോരത്നമായാലും, ഭൂമിരത്നമായാലും, ഗ്രന്ഥരത്നമായാലും ഒക്കെ ആരുടെ കയ്യിലെത്തണം? രാജാവിൻ്റെ കയ്യിലേക്ക് എത്തണം എന്നുള്ളതാണ് ഒരു നിയമം. അതുകൊണ്ട് ഈ ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ള ഗോരത്നത്തിനെ, ഈ കാമധേനുവിനെ എനിക്ക് തരൂ, ഞാൻ അതിനെ കൊണ്ടുപോവുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറയണത്. രത്നങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടവൻ, രത്നഹാരി, രത്നങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടവൻ രാജാവ് തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് ഈ പശു എനിക്കുള്ളതാണ് എന്നൊരു അവകാശവാദം ഉന്നയിക്കുകയാണ്. 10-ാമത്തെ ശ്ലോകം നോക്കാം. തസ്മാൻ മേ ശബളാം ദേഹി മമൈഷാ ധർമ്മതോ ദ്വിജ ഏവമുക്തസ്തു ഭഗവാൻ വസിഷ്ഠോ മുനിപുംഗവ. വിശ്വാമിത്രേണ ധർമാത്മാ പ്രത്യുവാച മഹീപതിം. 11-ാമത്തെ ശ്ലോകത്തിലെ ഈ വരിയും കൂടി ചേർത്താലേ അർത്ഥം നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട്
രത്നമായിട്ടുള്ള ഈ ഗോരത്നത്തിനെ എനിക്ക് തരുകയാണ് വേണ്ടത് എന്ന്. തസ്മാത് മേ ശബളാം ദേഹി, അതുകൊണ്ട് ശബളയെ എനിക്ക് തന്നാലും എന്ന്. മാത്രമല്ല ഏഷ ധർമ്മതഃ മമ ഭവതി, ധാർമ്മികമായിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. അല്ലയോ ദ്വിജശ്രേഷ്ഠ, അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠനായിട്ടുള്ള തപോവരനായിട്ടുള്ള വസിഷ്ഠമുനെ, അങ്ങയുടെ കയ്യിലാണ് ഇപ്പോൾ പശു ഇരിക്കുന്നത്. അതായത് കാമധേനു അങ്ങയുടെ ആശ്രമത്തിലാണ് ഉള്ളത് എങ്കിലും യഥാർത്ഥത്തിൽ നോക്കിയാൽ അത് രാജാവിനുള്ളതാണ്. അതുകൊണ്ട് ധർമ്മതഃ ഏഷ മമ, ധാർമ്മികമായിട്ട് നോക്കിയാൽ അവൾ എൻ്റേതാണ്. അതുകൊണ്ട് ആ പശുവിനെ എനിക്ക് തന്നോളൂ എന്ന് വളരെ ശക്തമായിട്ടൊരു രാജാവ് എന്നുള്ള നിലയ്ക്ക് വസിഷ്ഠനോട് ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ ആ കഴിവുകൾ, മഹിമാവുകൾ, ആൾക്കാരെയൊക്കെ സൽക്കരിക്കാനും അവർക്ക് വേണ്ടതൊക്കെ നൽകാനുമുള്ളതായ കഴിവ് കണ്ടിട്ട് ആകൃഷ്ടനായിട്ടാണ് വിശ്വാമിത്ര മഹാരാജാവ് വസിഷ്ഠനോട് ഇപ്രകാരം പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ എന്താണ് വസിഷ്ഠൻ പറഞ്ഞത്? ഏവമുക്തസ്തു ഭഗവാൻ വസിഷ്ഠോ മുനിപുങ്കവ, ഇപ്രകാരം ഏവം ഉക്ത പറയപ്പെട്ടവനായി തീർന്നു മുനിപുങ്കവ വസിഷ്ഠ, ഭഗവാൻ മുനിപുങ്കവനായിട്ടുള്ള വസിഷ്ഠൻ രാജാവിനാൽ വിശ്വാമിത്രനാൽ ഇപ്രകാരം പറയപ്പെട്ടു. വിശ്വാമിത്രേണ ഉക്ത, അത് അടുത്ത വരിയിലാണ്, 11ാമത്തെ വരിയിലാണ് കിടക്കുന്നത്. അത് കേട്ടപ്പോൾ ധർമാത്മാ മഹീപതിം പ്രത്യുവാച, ആ ധർമാത്മാവായിട്ടുള്ള വസിഷ്ഠ മഹർഷി മഹീപതിം മഹാരാജാവിനോട്, വിശ്വാമിത്രനോട് ഇപ്രകാരം മറുപടി പറഞ്ഞു. പ്രത്യുവാച, അതായത് പശുവിനെ ഞാൻ കൊണ്ടുപോവുകയാണ്, രത്നങ്ങളൊക്കെ എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന വസിഷ്ഠൻ രാജാവിനോട് ഇപ്രകാരം മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? നാഹം ശതസഹസ്രേണ നാപി കോടിശതൈർഗവാം രാജൻ ദാസ്യാമി ശബളാം രാശീഭീരജതസ്യ വാ ന പരിത്യാഗമർഹേയം മത്സകാശാദരിന്ദമ. ഇവിടെ 3 വരി ചേർത്തിട്ട് തന്നെയാണ് അർത്ഥം പറയാൻ പറ്റുക. നാഹം ശതസഹസ്രേണ നാപി കോടിശതൈഹി ഗവാം, എനിക്ക് എന്ത് തന്നാലും ഞാൻ എൻ്റെ ഈ കാമധേനുവിനെ നിങ്ങൾക്ക് തരില്ല. അതാണ് ശതസഹസ്രേണ അഹം ന, ശതസഹസ്രം 10,000കണക്കിനോ അല്ലെങ്കിൽ കോടിശതൈഹി 10 കോടി പശുക്കളെയോ, ഗവാം സഹസ്രേണ കോടിശതൈഹി ശതസഹസ്രേണ ന അഹം ശബളാം ദാസ്യാമി, അല്ലയോ മഹാരാജാവേ രാജൻ, ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നവളായിട്ടുള്ള ഈ കാമധേനുവിനെ എത്ര 1000 പശുക്കളെ കിട്ടിയാലും അങ്ങക്ക് തരില്ല. ഇതെൻ്റെ മാത്രം പശുവാണ്. മാത്രമല്ല എന്ത് കിട്ടിയാലും തരില്ല. ഇവിടെ പറയാണ് രാശീഭീ രജതസ്യ, രജതസ്യ രാശിഭിഹി വാ, ഒരു കുന്ന് വെള്ളി തരാമെന്ന് പറഞ്ഞാലും ഞാൻ തരില്ല, സ്വർണം തരാമെന്ന് പറഞ്ഞാലും ഞാൻ തരില്ല. എനിക്ക് ഇവളെ അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, ഈ പശു എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവളാണ്. ന പരിത്യാഗമർഹേയം മത്സകാശാദ് അരിന്ദമ, അല്ലയോ അരിന്ദമ, ശത്രുക്കളെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നവനെ, മത്സകാശാദ് ഇയം പരിത്യാഗം ന അർഹ, ഇയം ഇവൾ, ഈ കാമധേനു എൻ്റെ അടുത്തുനിന്ന് മാറാനേ പാടില്ല. മത്സകാശാദ് പരിത്യാഗം ന അർഹ, എൻ്റെ അടുത്തുനിന്ന് ഇതിനെ കൊണ്ടുപോകാൻ പറ്റില്ല, അത് പാടില്ലാത്തതുമാണ്. 13ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ശാശ്വതീ ശബളാമഹ്യം കീർത്തിരാത്മവതോ യഥാ അസ്യാം ഹവ്യം ച കവ്യം ച പ്രാണയാത്രാ തഥൈവ ച. ശബള, ശബള എന്ന് പറഞ്ഞാൽ കാമധേനുവാണ്. ആ കാമധേനു മഹ്യം, എന്നെ സംബന്ധിച്ചിടത്തോളം, ശാശ്വതീ കീർത്തി, ആത്മവതഃ ശാശ്വതീ കീർത്തി, ഒരാൾക്ക് എപ്രകാരമാണോ കീർത്തിയുള്ളത് ആ കീർത്തി ഇല്ലാതെയാക്കാൻ അയാൾ ഒരിക്കലും ശ്രമിക്കില്ലല്ലോ. അതുകൊണ്ട് ഏതൊരാൾക്കും അവരവരുടെ കീർത്തി പോലെയാണ് എനിക്ക് ഈ ശബള കാമധേനു. അതുകൊണ്ട് കീർത്തിയെ ആരും പരിത്യജിക്കില്ല, കാമധേനുവിനെ ഞാൻ പരിത്യജിക്കാൻ തയ്യാറല്ല. അവളിലാണ് അസ്യാം, ഈ കാമധേനുവിൽ എന്തുണ്ട്? ഹവ്യവും കവ്യവുമുണ്ട്. ഹവ്യം എന്ന് പറഞ്ഞാൽ ദേവന്മാർക്കുള്ള നിവേദ്യത്തിനെയാണ് ഹവ്യം എന്ന് പറയുന്നത്. കവ്യം എന്ന് പറയുന്നത് പിതൃക്കൾക്കുള്ള നിവേദ്യമാണ്. അപ്പോൾ പിതൃക്കൾക്കുള്ള കവ്യവും അതുപോലെ തന്നെ ദേവന്മാർക്കുള്ളതായ ഹവ്യവും അതുപോലെ
എൻ്റെ ജീവിതയാത്ര തന്നെയും പ്രാണയാത്ര അതെല്ലാം തന്നെ ഈ ശബളയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അവളിവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യവും എനിക്ക് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ശബളയെ, കാമധേനുവിനെ അങ്ങക്ക് വിട്ടുതരില്ല, കൊണ്ടുപോകാൻ പറ്റില്ല എന്നർത്ഥം. ഇനിയും പറയുന്നുണ്ട് എന്തൊക്കെയാണ് വസിഷ്ഠനെ സംബന്ധിച്ചിടത്തോളം കാമധേനു എന്നുള്ളത്. അത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. പൂജിതോഹം ത്വയാ ബ്രഹ്മൻ പൂജാർഹേണ സുസത്കൃത ശ്രൂയതാമഭിധാസ്യാമി വാക്യം വാക്യവിശാരദ ഗവാം ശതസഹസ്രേണ ദീയതാം ശബളാ മമ രത്നം ഹി ഭഗവന്നേതദ്രത്നഹാരീ ച പാർത്ഥിവ തസ്മാന്മേ ശബളാം ദേഹി മമൈഷാ ധർമ്മതോ ദ്വിജ ഏവമുക്തസ്തു ഭഗവാൻ വസിഷ്ഠോ മുനിപുംഗവ വിശ്വാമിത്രേണ ധർമാത്മാ പ്രത്യുവാച മഹീപതിം നാഹം ശതസഹസ്രേണ നാപി കോടിശതൈർഗവാം രാജൻ ദാസ്യാമി ശബളാം രാശീഭീരജതസ്യ വാ ന പരിത്യാഗമർഹേയം മത്സകാശാദരിന്ദമാ ശാശ്വതീ ശബളാ മഹ്യം കീർത്തിരാത്മവതോ യഥാ അസ്യാം ഹവ്യം ച കവ്യം ച പ്രാണയാത്ര തഥൈവ ച. അങ്ങനെ വസിഷ്ഠന്റെ ജീവിതം മുഴുവനും കാമധേനുവിനെ ആശ്രയിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും കാമധേനുവിനെ ഞാൻ വിട്ടുതരില്ല എന്ന് വസിഷ്ഠൻ വിശ്വാമിത്രനോട് ഉറപ്പിച്ചു പറയാണ്. ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.